ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. ചായക്കൊപ്പം അതുപോലെ സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നീട് ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കണത് വേവിച്ച് ഉടച്ച് വച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്താണ്. അത് പിന്നെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് വേവിച്ച്, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തേക്കണെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് ചെറുത് കുനുകുനാന്ന് അരിഞ്ഞെടുത്തേക്കണെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൽ ഈ ഉരുളക്കിഴങ്ങാണെങ്കിലും ഒരു മീഡിയം സൈസിലുള്ളതാണ് 2 എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ 1 എടുത്തേച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് വെതറി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പം നല്ലതായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു വയ്ക്കാം. പിന്നെ അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിങ്ങനെ ഓരോരോ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ കട്ട്ലേറ്റിന് ഏത് ഷേപ്പാണോ വേണ്ടത് അതേ രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കഴിവതും നമ്മൾ എടുക്കുന്ന അളവും കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ അതായത് നമ്മൾ എത്രയാണോ എടുക്കുമല്ലോ ഓരോ ഉരുളകളും എടുക്കുന്നത്, എന്നാലാണ് ഏകദേശം ഒരേ സൈസിലുള്ള കട്ട്ലേറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് അളന്നെടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റ് അളവിന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പാക്കിയാട്ടോ എടുക്കണത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ പാത്രത്തിൻ്റെ മൂടി ഉണ്ടല്ലോ, നമ്മുടെ കുപ്പിയുടെയൊക്കെ മൂടി, അത് വെച്ചിട്ട് കറക്റ്റ് ഒരു ഷേപ്പൊക്കെ ആക്കി അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. തുടക്കക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാതും ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഷേപ്പാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമുക്ക് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഓരോ കട്ട്ലേറ്റ്സും നമുക്ക് ഈ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് സമയത്തേക്ക് ഒരു 10-15 മിനിറ്റത്തേക്ക് ഫ്രീസറിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞും പോകത്തില്ല. അതുപോലെ തന്നെ ഈ ക്രംസൊക്കെ ഇങ്ങനെ ആ എണ്ണയിലിട്ട് ചാടി കിടന്നിട്ട് ഇങ്ങനെ കരിഞ്ഞ് കിടക്കുമല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാനിതിപ്പോൾ ഫ്രീസറിലായിട്ടൊന്നും വയ്ക്കണില്ല കേട്ടോ. അപ്പം തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. സാധനം നമുക്കിത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് സമയത്തേക്കാണെങ്കിലും ഫ്രീസറിലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് സിബ്ലോ കവറിലാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ കുറച്ചധികം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതിയല്ലോ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. കാരണം ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡ് ആണല്ലോ. കാരണം ചിക്കനും അതുപോലെ പൊട്ടാറ്റോ ആണെങ്കിലും പിന്നെ നമ്മൾ മസാലയൊക്കെ വഴറ്റി വെച്ചതാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് കുക്കാവാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പുറമൊക്കെ ഒന്ന് നല്ലൊരു കളറായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കട്ട്ലേറ്റ്. പിന്നെ ഇഷ്ടമുള്ളവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ. എല്ലാവർക്കും തന്നെ പൊതുവായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് കട്ട്ലേറ്റ്. ഒരു നല്ലൊരു ചായയും ഒരു കട്ട്ലേറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ല എന്താ പറയുക, അന്നത്തെ ദിവസം കുശാലായി എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട കോരിയെടുക്കാനായിട്ട്. അന്നേരം ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.